ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 128 തേൻ അഭിഷേകം. ഭാഗം 128 തേൻ അഭിഷേകം ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ 1087 മകരമാസം 9-നാണ് ചെറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുകയുണ്ടായത്. സുബ്രഹ്മണ്യ ഭഗവാനാണ് അവിടുത്തെ പ്രതിഷ്ഠ. പ്രതിഷ്ഠയുടെ കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് ഗുരുദേവൻ അറിയുകയും ചെയ്തിരുന്നു. പ്രതിഷ്ഠ കഴിഞ്ഞാൽ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്ന പതിവുണ്ട്. അതിനാൽ അഭിഷേകം നടത്തുന്നതിനായുള്ള പലവിധ ദ്രവ്യങ്ങളുമായി ധാരാളം ഭക്തജനങ്ങൾ ശ്രീകോവിലിന് മുന്നിൽ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. ഓരോരുത്തരും എൻ്റേത് ആദ്യം അഭിഷേകത്തിനെടുക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അവിടെ നിന്നിരുന്നത്. ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം പൂർത്തിയാക്കിയ ശേഷം അഭിഷേകം നടത്തുവാനുള്ള ഒരുക്കമായി. അവിടെ അഭിഷേക ദ്രവ്യവുമായി നിന്നിരുന്ന ഒരാളോട് അഭിഷേകത്തിനായി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചു. അയാൾ പശുവിൻ പാലാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അറിയിച്ചു. മറ്റൊരാളിനോടും ഗുരുദേവൻ അതുതന്നെ ചോദിച്ചു. അപ്പോൾ അയാൾ കൊണ്ടുവന്നിട്ടുള്ളത് ശുദ്ധമായ നെയ്യാണെന്ന് പറഞ്ഞു. അതോടെ ഓരോരുത്തരും അവരവർ കൊണ്ടുവന്നിട്ടുള്ള ദ്രവ്യങ്ങളുടെ പേര് വിളിച്ചു പറയുവാൻ തുടങ്ങി. പനിനീർ, പുഷ്പം, എണ്ണ, ചന്ദനം, ഇളനീർ, നെയ്യ്, പാൽ, വെണ്ണ, അങ്ങനെ നീണ്ടുപോയി ആ ദ്രവ്യങ്ങളുടെ പേരുകൾ. ഗുരുദേവൻ ശ്രീകോവിൽ പടിയിൽ നിന്ന് അഭിഷേക ദ്രവ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയായിരുന്ന ആ ഭക്തജനങ്ങളെ ആകവേ ഒന്ന് നോക്കി. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു: ഐക്യത്തിൻ്റെ രൂപം കൈക്കൊള്ളുന്ന തേൻ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എത്ര തേനീച്ചകൾ ഒന്നിച്ച് എത്ര പുഷ്പങ്ങളിൽ നിന്നും ഏകലക്ഷ്യത്തോടെ സംഭരിച്ചാണ് തേൻ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള ഭക്തജനങ്ങളും ക്ഷേത്രം നന്നാകണമെന്ന ഏകോദ്ദേശത്തോടുകൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചെങ്കിലേ സമുദായ കാര്യങ്ങളും ക്ഷേത്രകാര്യങ്ങളും ഉത്കർഷം പ്രാപിക്കുകയുള്ളൂ. തേൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. അഭിഷേകത്തിനായി തേൻ കൊണ്ടുവന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും ആ തേൻ വാങ്ങി ഗുരുദേവൻ അഭിഷേകം നടത്തുകയും ചെയ്തു. ഗുരുവേ ശരണം ശരണം ഗുരുവേ ശ്രീനാരായണ ഗുരുവേ ശരണം, തവ പദ ശരണം തിരുവടി ശരണം ശ്രീനാരായണ ഗുരുവേ ശരണം. ഗുരുവേ ശരണം ശരണം ഗുരുവേ ശ്രീനാരായണ ഗുരുവേ ശരണം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 128 തേൻ അഭിഷേകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.